നോക്കച്ചാ നോക്ക്, നല്ല ഒന്നാന്തര കാശ്മീരി ആപ്പിളാണ്. 300 ഉറുപ്പ്യാണ് ഇത് കിലോ വരാം. ഞാൻ പിന്നെ വിലയൊന്നും നോക്കില്ല, 2 കിലോണ് വാങ്ങിച്ചു. അതേപോലെ തന്നെ ഇതാ കണ്ട ഞാലിയാണിത്. പക്ഷെ നമ്മുടെ നാടൻ ഞാലിയല്ല, ഇത് പഞ്ചാബിൽ നിന്ന് വരുന്നതാണ്. പഞ്ചാബ് ഞാലിപ്പൂവൻ നല്ല ഒന്നാന്തര ഞാലി, അത് നല്ല വിലയുണ്ട്. വയസ്സുകാലത്ത് ഇതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടിരിക്കണം, നല്ല ആരോഗ്യം നല്ല ഇതായിട്ടിരിക്കുള്ളൂ. ഇതാ അച്ഛൻ വാങ്ങിക്ക്. അച്ഛന് വേണ്ടി വാങ്ങിക്കുമ്പോൾ പിന്നെ വിലയൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. വാങ്ങിക്ക്. അവിടെ ഇരിക്കട്ടെ. എന്നാലും എൻ്റെ രാഗിണി, ഒരു നിസ്സാരപ്പെട്ട വഴക്കിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നിനക്ക്. എനക്കറിയായിരുന്നുടാ ഇവിടെ തിരക്ക് നീ ഇവിടെ വരുമെന്ന്. അത് അച്ഛനെങ്ങനെ അറിയാം? നീ അത്രക്ക് നാണം കെട്ടവനാ. അച്ഛൻ്റെ ഒരു വർത്തമാനം. ഏതായാലും ഇപ്പൊ വന്നത് നന്നായി. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിലേ ഞങ്ങളങ്ങ് പോയേനെ. അയ്യോ, നിങ്ങൾ എവിടെ പോകണം? ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിലേക്കോ? എന്തിന്? നടുവേദന കാണിക്കാൻ. അച്ഛാ നടുവേദന ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ? ഞാൻ ഓഫീസിലില്ലേ, ഓഫീസിൽ ഞാൻ ഓടി വരില്ലേ? ഞാൻ കൊണ്ടുപോകില്ല അച്ഛൻ ആശുപത്രിയിലേക്ക്. എനക്കല്ല നടുവേദന, നീ അവളുടെ നടുവല്ലേ ചവിട്ടി ഓടിച്ചത്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞോണ്ട് നിൽക്കണ്ട, ആശുപത്രി പോവാ. അച്ഛൻ വരണ്ട, ഞാൻ കൊണ്ടുപോക്കോളാം ആശുപത്രിയിലേക്ക്. വേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളും. ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? വേണ്ട, ഞാൻ അച്ഛൻ്റെ കൂടെ പോയിക്കോളാം. അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്? ഇതല്ലേ എനിക്ക് പറ്റാത്തത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് കേൾക്കില്ല, പിന്നെ അതിന്റെ മുകളിൽ വേറെ എന്തെങ്കിലും കയറി പറഞ്ഞോണ്ട് എല്ലേന്ന് റെഡിയാവും. പോയിട്ട് ഇനി ഞങ്ങൾ പുറത്തുനിന്ന് വരുമ്പോ അച്ഛന് വല്ലതും വാങ്ങിക്കണോ? എന്തോ വാങ്ങിക്കണമെന്നുണ്ടല്ലോ മനസ്സിൽ, പറയാതിട്ടാണേ. ലുക്ക് കാണുക. വെൽക്കം സാറേ. ഞാനേ ഒരു കാര്യം ഒന്ന് സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്താ എഴുതിയേക്കണെന്ന് ഒന്ന് നോക്കി നിങ്ങള്. എന്താ എഴുതിയേക്കണേ? ഇത് റൈറ്റിംഗ് ഇംഗ്ലീഷാണ്. അതെല്ലേ? ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷാണ്. അപ്പം റൈറ്റിംഗ് ഇംഗ്ലീഷ് ഇല്ലെടുത്ത് പോയിട്ട് ഇത് കാണിക്കണം. അത് ബാംഗ്ലൂർ ഓർ ചെന്നൈ. ചെന്നൈ അടുത്താണ്. അല്ല സാറേ, എന്തെങ്കിലും പറഞ്ഞു. ഞാനിപ്പോ ഇതിന് വേണ്ടിട്ട് ഇപ്പൊ ഞാൻ ബാംഗ്ലൂർക്ക് ചെന്നൈക്കൊക്കെ പോവാൻ പറ്റുമോ? ഇതില് എഴുതിയിട്ടുള്ള എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞെന്നാ മതി. അതാണ് പറഞ്ഞത്. എന്താ സംഗതി ചെണ്ട സാറേ, ഞാനേ എന്റെ മരുമകനെ ഓനൊരു ഇൻഷുറൻസ് ചേർന്നുണ്ട് ഇത്രേ. അപ്പൊ ഓനാട്ട മയ്യത്തായ ആ കായ് മുഴുവൻ ഇക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പേപ്പറിൽ എന്നോട് ഒപ്പിടാൻ പറഞ്ഞേക്കണേ. അപ്പൊ ഇക്കൊരു സംശയം, ഇന്നെ കണ്ണ് ദൃഷ്ടി കണ്ടുകൂടാത്ത ഒരുത്തനാണോ? അപ്പൊ ഇന്നുണ്ട് ഇപ്പൊ ഇക്കൊരു തുണിയും കുപ്പായൊക്കെ മേടിച്ച് തന്നിട്ട് അതിന്റെ കൂടെ ഇതും കൊണ്ടുവന്നിട്ട് എന്നോട് പറയാ ഇതൊന്ന് ഒപ്പിടാനേ. അങ്ങനെ ഒരു സംശയം ഉള്ളതുകൊണ്ട് ഞാനിതൊന്നും നിങ്ങളെ കാണിക്കാൻ വന്നാ. ഇക്ക് അത്യാവശ്യം ഭൂമിയും സൗകര്യമൊക്കെ ഉള്ള ഒരാളാണ് ഞാന്. അപ്പൊ ഭൂമി സംബന്ധമായിട്ട് അതിന്റെ വല്ല തട്ടിപ്പ് നടക്കാനാണോ? അങ്ങനെ ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ഇതിലുണ്ടോ? ഭൂമി സംബന്ധം ഭൂമി സംബന്ധമായിട്ട് ഭൂമി എർത്ത്. കറക്റ്റ്. അപ്പൊ എർത്താണ്. എർത്ത് എന്നൊരു വാക്ക് ഇതിലില്ല. അപ്പൊ ഭൂമി സംബന്ധമായ കാര്യങ്ങളേ അല്ല. പ്രശ്നമില്ല, ധൈര്യത്തിൽ അങ്ങോട്ട്. അൽഹംദുലില്ലാ, എന്തേലും ആവട്ടെ. ഞാനേ ആ ഒരു സംശയം കൊണ്ടായിരുന്നു സാറേ. എന്നാ ഞാനങ്ങോട്ട് സംഘടിപ്പിച്ച്. കിട്ടിയോ? അതേ, ഒപ്പിട്ട പേപ്പർ പോക്കറ്റിലിട്ട് 4 ദിവസം നടന്നു പാപ്പ. ഒരു ഗമ കാണിക്കാനേ. പിന്നെ കാര്യം നടക്കണ്ടേ? കാര്യം കാണാൻ നമ്മൾ കാലം പിടിക്കണല്ലോ. ഗുഡ് മോർണിംഗ്. എന്തായി സത്യന്റെ സത്യവാങ്മൂലം? സത്യവാങ്മൂലം കിട്ടി സാറേ. കിട്ടിയോ? ഓ, പിന്നെന്താ കിട്ടി. ഇതാ
ആദ്യത്തെ 6 മാസത്തേക്കുള്ള സത്യവാങ്മൂലം. ഇനി ഇത് കഴിയുമ്പോൾ ടൈം ആകുമ്പോൾ സാറ് പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ എടുത്തു തരും. ഇത് മുഴുവൻ സത്യവാങ്മൂല. ഞാൻ ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോകുന്നത് വരെയൊക്കെയുള്ള സത്യവാങ്മൂലം ഞാൻ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. ഭാര്യയെ കൊണ്ട് ഒപ്പിടിച്ചു, ഭാര്യയുടെ അച്ഛനെ കൊണ്ട് ഒപ്പിടിച്ചു. അപ്പൊ പിണക്കമൊക്കെ തീർന്ന് ഭാര്യ കൂടെ വന്നു അല്ലേ? നന്നായി. പിണക്കൊന്നും തീർന്നില്ല സാറേ, അതൊക്കെ പഴയ പോലെ തന്നെ നിപ്പുണ്ട്. നമ്മൾ എന്തിനാണ് അത് നോക്കുന്നത്? പിണക്ക് തീർക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഒപ്പ് കിട്ടിയാ പോരെ. ഒപ്പ് കിട്ടി. അല്ല, അതെങ്ങനെ ഒപ്പിച്ച്? എങ്ങനെ ഒപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ചു. പിന്നെ പൈസ കുറെ ചെലവായിട്ടുണ്ടാവും. അതിന് മാത്രമൊന്നും ചെലവായില്ലാന്നേ. 2 കിലോ ആപ്പിൾ, 2 കിലോ ഞാലിപ്പൂവൻ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ലേശം പൈസ ആശുപത്രിയിലൊക്കെ പടന്ന് കറങ്ങി തിരിഞ്ഞു വരാൻ വേണ്ടിട്ട് അതിന് ചെലവായി. അപ്പൊ റിട്ടയർഡ് ആവുന്നവരെ ഇനി ഒപ്പ് വേണ്ട. എന്തിനൊപ്പ്? ഇതാ കണ്ടില്ലേ, കണ്ട. സത്യ സാറേ, അതെ, എന്താണ് കാര്യം പറ. ഞാന് ഈ അടുത്തിടെയാണ് അറിഞ്ഞതേ. എന്ത്? നമ്മുടെ കാര്യജാതനെ നമ്മുടെ മോളോട് ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളത്. അത് കുറേ ആയല്ലോ തുടങ്ങി. അത് ആലോചിച്ച് നോക്കിയപ്പോഴേ, അല്ല അങ്ങനെ അവർക്ക് താല്പര്യമാണെങ്കിലേ നമുക്ക് കെട്ടിച്ചു കൊടുക്കാം. അല്ല, അപ്പൊ ഇനിയിപ്പോ എഞ്ചിനീയർ, ഡോക്ടർ അങ്ങനെ നോക്കുന്നില്ലേ? അല്ല, അത് ഇവനെങ്ങനെ താല്പര്യമുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇത് പറയുന്ന ഒരാളായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അങ്ങനെ ഒരു പിടിവാശിയൊന്നും വേണ്ട. അതാ നല്ലത്. അപ്പം എന്നാ അവനോട് വന്നിട്ട് കൊടുക്കാം. ഇന്നെന്താ ഉറപ്പായിട്ട് നടത്തും. ശരി ശരി. സാറേ, വിളിക്കുന്നത് സാറേ, ഒരു സംശയം തീർത്തു കൊടുക്കണം. ഓഫീഷ്യലാണോ? ഓഫീഷ്യലാണ്. എന്നാ കുഴപ്പമില്ല, ആയിക്കോട്ടെ. കൈ കാണിച്ചേ, കൈ കാണിക്കുക. കൺഗ്രാജുലേഷൻ. മറ്റേ സംഗതി ഒത്തു. ഏത്? അല്ല, സൂരജ് സാറ് നമ്മുടെ കളത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. എന്താ പറഞ്ഞത്? പുള്ളിക്കാരൻ പറഞ്ഞെന്താ വെച്ചാൽ, ഇനിയിപ്പോൾ ഡോക്ടറും എഞ്ചിനീയറും നമ്മൾ നോക്കണില്ല. നമുക്കിനി പ്യാരിക്ക് അങ്ങനെ ഒരു മോഹം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മോളെ പ്യാരിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അത് വേണ്ട സത്യേട്ടാ. അത് ശരിയാവൂല. ശരിയാവുന്ന ഞാനതെൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞേ. അയാൾ ഒന്നാമത്തെ ഒരു ചൂടനാണ്. ചില നേരത്തെ ഒരു അത് മെനക്കെട്ട സ്വഭാവമാണ് അയാളുടെ. ഞാൻ അയാളുടെ മോളെ കെട്ടിക്കഴിഞ്ഞിട്ട് സത്യവാങ്മൂലം ഒപ്പിടിക്കാൻ ചെല്ലാൻ നേരത്ത് അയാൾ എന്തെങ്കിലും അലമ്പ് പറഞ്ഞാൽ എൻ്റെ ജോലി പോകും. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ച്. അപ്പോൾ ഈ കേസ് അത് വല്ല കളക്ടറും വന്നോളൂന്നേ, കുഴപ്പമില്ല. ഞാൻ പിന്നെ ആലോചിക്കണത് സത്യേട്ടാ, എവിടെയെങ്കിലും ഈ അച്ഛനും അമ്മയില്ലാത്ത പെൺകുട്ടികളുണ്ടാവുമോ? അവരെ കല്യാണം കഴിക്കണമെങ്കിൽ ഈ സത്യവാങ്മൂലത്തിൻ്റെ നൂലാമല്ലെന്നൊന്നും ഊരാല്ല.